എന്നെ അറിയുമല്ലേ? ആനക്കാട്ടിൽ ചാക്കോച്ചി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആംപ്ലിഫയറിൽ സബിൻ്റെ ഔട്ട് 400 വാട്ട്സ് കിട്ടും. നമുക്ക് സബിൻ്റെ ഔട്ട് മാത്രം 400 വാട്ട്സ് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ 5 ചാനൽ നമുക്ക് 100 വാട്ട്സ് വെച്ചിട്ട് കിട്ടും. TDA 7294 ഉപയോഗിച്ചിട്ടുള്ള ബോർഡാണ് 5 ചാനലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 52001943 വരുന്ന ബോർഡാണ് സബ് ആംപ്ലിഫയറിന് ഉപയോഗിച്ചിട്ടുള്ളത്. 8 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 400 വാട്ട്സ് നമുക്ക് സബിന് ഔട്ട് കിട്ടുമെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ USB പാനലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ്. A3ൻ്റെ IC വരുന്നത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൈറ്റ് ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന DTS ഡോൾബി 5.1 ഡീകോഡർ ഉപയോഗിച്ചിട്ടുള്ള G-Techൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഡീകോഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ല ഗെയിനൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഡീകോഡറാണ് ഇപ്പോൾ അവർ പുതിയത് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു VU മീറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. G-Techൻ്റെ തന്നെയാണ് VU മീറ്റർ സ്റ്റീരിയോ ചാനലിന്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് സബ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബും, പിന്നെ വരുന്നത് നമുക്ക് മാസ്റ്റർ വോളിയത്തിൻ്റെ ഒരു നോബും, പിന്നെ ബാസ് ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും, പിന്നെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്, അതുപോലെ തന്നെ സെൻറ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും, പിന്നെ വരുന്ന ഒരു പവർ സ്വിച്ചും വരുന്നുണ്ട്. ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ പലരും പല ചാനലുകളിലും ഇടുന്നുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് ഇതും. പ്രത്യേകിച്ച് ഇതിന് ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ എല്ലാവരും അസംബിൾ ചെയ്യുന്ന പോലത്തെ ആംപ്ലിഫയർ തന്നെയാണ് ഇതും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം.